ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കരിപ്പൂരിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പുറപ്പെടേണ്ട 22 വിമാന സർവീസുകൾ റദ്ദാക്കി. റിയാദിലേക്കുള്ള 2 വിമാനങ്ങൾ പുറപ്പെടും. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കരിപ്പൂരിലേക്കുമുള്ള ഒട്ടുമിക്ക സർവീസുകളും റദ്ദാക്കിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും 22 സർവീസുകളാണ് കരിപ്പൂരിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള റദ്ദാക്കിയത്. 21 സർവീസുകൾ തിരിച്ചും റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ രാവിലെ 2 വിമാനങ്ങൾ 7:25 റിയാദിലേക്ക് ഒരു ഫ്ലൈനാസിൻ്റെ ഒരു വിമാനവും അതോടൊപ്പം തന്നെ 9:45 സൗദി എയർലൈൻസിൻ്റെ മറ്റൊരു വിമാനവും റിയാദിലേക്ക് പുറപ്പെടുകയും ചെയ്തു. റിയാദിൽ നിന്ന് 2 വിമാനങ്ങൾ കരിപ്പൂരിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിരവധി യാത്രക്കാരാണ് തിരിച്ച് റിയാദിൽ നിന്ന് കരിപ്പൂരിലേക്ക് എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, അബുദാബിയിൽ നിന്ന് കരിപ്പൂരിലേക്കുള്ള ഒരു സർവീസ് നടത്തുന്നത് 7:40 വൈകിട്ട് 7:40 കൂടി അത് കരിപ്പൂരിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒമാനിലേക്ക് ഒമാൻ സർവീസും ഇന്ന് വൈകിട്ടോടുകൂടി സർവീസ് നടത്തുന്നുണ്ട്. ഒമാനിൽ നിന്ന് 6:35 കൂടി ആ വിമാനം ഇവിടെ എത്തുകയാണെങ്കിൽ, കരിപ്പൂരിൽ എത്തുകയാണെങ്കിൽ ഒമാനിലേക്കും സർവീസ് നടത്തും എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി ഔദ്യോഗികമായി എയർപോർട്ട് അതോറിറ്റി അറിയിക്കുന്നത്. പക്ഷേ അപ്പോഴും ആശങ്കയായി തുടരുന്നത്, വളരെ നേരത്തെ തന്നെ യാത്ര പ്ലാൻ ചെയ്തിരുന്ന പല കാര്യങ്ങൾക്കും എത്തേണ്ടിയിരുന്ന ആളുകൾക്കൊക്കെ അത് മുടങ്ങിപ്പോയി എന്നൊരു ആശങ്ക അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. മദീനത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ നാദാപുരം പാറക്കടന്ന് വരുന്നതാണ്. ഹൈദരാബാദ് ടച്ച് വിമാനമാണ്. പക്ഷേ ഇവിടുത്തെ അറിയുന്നത് ക്യാൻസലാണെന്ന്. ഇതിലിപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഈ ദുബായിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഇപ്പോൾ പെട്ടെന്ന് എമർജൻസി വരേണ്ട ആളുകൾ, മരണം അങ്ങനെയുള്ള ആളൊക്കെയാണ് ഇത് കുടുങ്ങി കിടക്കുന്നത്. ഇതേപോലെ ഇവിടുന്ന് പോകേണ്ട ആളുകൾ, ചിലപ്പോൾ ഇതുപോലെ കല്യാണം കടുപ്പിച്ച് വരുന്ന ആളുകൾ, അവരൊക്കെയാണ് ഇപ്പോൾ ഇത് കുടുങ്ങിയെടുക്കുന്നത്. വരും മണിക്കൂറുകളിൽ സ്ഥിതി ശാന്തമാവുകയാണെങ്കിൽ ഉടനെ തന്നെ എയർപോർട്ട് അതോറിറ്റി അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ യാത്രക്കാരെ അറിയിക്കും എന്നുകൂടെയാണ് ഔദ്യോഗികമായി അറിയിക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്.